ഹലോ, എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ചായ വെക്കുകയാണ്. അതിന് ശേഷം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് റെഡിയാക്കുന്നത് ദോശയാണ്. അപ്പോൾ ചൂട് ദോശ ചുട്ട് കാസ്ട്രോളിൽ വെക്കുന്നു. ദോശ ഓരോന്നായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ കിച്ചണിലെ ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം ടേബിളിലേക്ക് സെറ്റാക്കി. അപ്പോൾ എന്നത്തെ പോലെ തന്നെ ഒരു ഗ്ലാസ് ചൂട് ചായ ആദ്യം എടുത്തു. പിന്നീട് ഇന്ന് കഴിക്കാനായിട്ട് ദോശയും അതുപോലെ തന്നെ സാമ്പാറും ചമ്മന്തിയുമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇക്ക ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. സാറായിക്ക് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. സ്കൂൾ വിട്ട് വരാറാകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ 2 ദോശ, നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല തുളയൊക്കെയുള്ള നല്ല ദോശ. ഞാൻ അധികം നൈസായിട്ടല്ല ചുട്ടെടുത്തിരിക്കുന്നത്. കുറച്ച് ഒരു മീഡിയം പരുവം, ഒരുപാട് തിക്കും അല്ല തിന്നും അല്ലാത്ത രീതിയിൽ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ 2 ദോശ എടുത്തു. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സാമ്പാർ, പിന്നീട് കുറച്ച് കൂടുതൽ സാമ്പാർ വെക്കുന്നുണ്ട്. സാമ്പാറും പിന്നെ അതിലേക്ക് കുറച്ച് ചമ്മന്തിയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ 2 ദോശയും സാമ്പാറും ചമ്മന്തിയും ഒരു ഗ്ലാസ് ചൂട് ചായയും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. സാമ്പാറിലാണെങ്കിലും അത്യാവശ്യം സാമ്പാർ കഴിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ദോശ എന്ന് പറയുന്നത് നല്ല ഉഴുന്നൊക്കെ കൂട്ടി അരച്ചിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണല്ലോ ഉഴുന്നെന്നൊക്കെ പറയുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് ദോശയും സാമ്പാറും ചമ്മന്തിയും. അതുപോലെ തന്നെ ഇഡ്ഡലി സാമ്പാർ ചമ്മന്തിയൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. മസാല ദോശ, നെയ് റോസ്റ്റ്, ഇഡ്ഡലി, ദോശ, ഊത്തപ്പം, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം. നമുക്ക് ദോശയുടെ ബാറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് മാറ്റി ഉണ്ടാക്കാം. നമുക്ക് ഒണിയൻ ഊത്തപ്പം, അങ്ങനെ ആ വക ഐറ്റംസും എല്ലാം വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഈ ദോശയുടെ ബാറ്റർ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്ത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ദോശയുടെ മുകളിലേക്ക് സാമ്പാറൊക്കെ കുതിർത്തി ഒഴിച്ച് അതിന് ശേഷം കുറച്ച് ദോശ സാമ്പാറിൽ മുക്കി കഴിച്ചു. അതിന് ശേഷം കുറച്ച് ചമ്മന്തിയിൽ മുക്കി കഴിച്ചു. പിന്നെ ചൂട് ചായ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും കൂടുതൽ പേർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ദോശയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ രാവിലെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ഗ്രേപ്സ് നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് നന്നായിട്ട് റെഡിയാക്കി എടുത്തു. എന്നിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഗ്രേപ്സൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, കിച്ചൺ ഡ്യൂട്ടി, അതായത് ലഞ്ച് ഡ്യൂട്ടിയിലേക്ക് കയറുകയാണ്. ഇന്ന് ലഞ്ചിന് ഇക്ക കഴിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇക്കയുടെ ഇഷ്ടത്തിനുള്ള ഒരു കോംബോ, അപ്പോൾ ഒരു പിടി ബീഫ് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബീഫ് വറ്റിച്ച ബീഫാണ്, ഓൾറെഡി വറ്റിച്ച ബീഫാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് വറ്റിച്ച ബീഫാണ്. അപ്പോൾ അത് ഒന്നുകൂടി അത് ഹാഫ് കുക്കാണ്. ഞാനപ്പോൾ അതൊന്നും കൂടി കുക്കറിലേക്ക് സവോളയും അതുപോലെ തന്നെ പച്ചമുളകും ഗ്രീൻ ചില്ലിയും കുറച്ച് ഗാർലിക്കും ഒക്കെ ഇട്ടിട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അതിലേക്ക് സ്പൈസസ് ആയിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാലപ്പൊടി. ഞാൻ ഇത് ബീഫ് റോസ്റ്റാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി ഇടുന്നില്ല. പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള കുറച്ച് സ്പൈസി റോസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ടൊമാറ്റോയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഞാൻ പിന്നെ കാര്യമായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കുന്നില്ല. കുറച്ച് കൂടുതൽ ഗാർലിക് നീളത്തിൽ അരിഞ്ഞ് ഇടുകയാണ്. അപ്പോൾ ബീഫ് റോസ്റ്റിൻ്റെ പരിപാടി ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള അടുത്ത പരിപാടി എന്ന് പറയുന്നത് നല്ല വറുത്ത് കോരി, അതായത് വത്തൽമുളകും സബോളയൊക്കെ വറുത്ത് കോരിയിട്ടുള്ള നല്ല അടിപൊളി ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ തേങ്ങ എടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പും ചില്ലി പൗഡറും വറ്റൽമുളക് പൊരിച്ചതും സവോള വറുത്തതും അതുപോലെ തന്നെ ഒരു പിടി ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ മറ്റൊരു താരം എന്ന് പറയുന്നത്. നമ്മുടെ ബീഫ് റോസ്റ്റിനുള്ള അറ്റകുറ്റപ്പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സവോള, ചില്ലി, ആ ഒരു കൂട്ടിലേക്ക് നമ്മൾ പൊടികൾ സ്പൈസസ് എല്ലാം ചേർത്തു.
ഞാൻ കുറച്ച് കൂടുതൽ പെപ്പർ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊരു തനി നാടൻ ബീഫ് റോസ്റ്റാണ്, അല്ലാതെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് അല്ല. ഒരു പിടി ഉള്ളിയൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടിയേനെ. നമുക്ക് ഉള്ളി പൊളിക്കാനായിട്ടുള്ള മടി കാരണം ഞാൻ എന്ത് ചെയ്തു, ഒരു 1.5 സവോളയാണ് ഇതിലേക്ക് ഇട്ടത്. അപ്പോൾ അതാ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ബീഫ് റോസ്റ്റ് ചെയ്യാൻ നേരം ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒരു 2-3 വിസിലും കൂടെ കേൾപ്പിച്ചതിന് ശേഷം ബീഫൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ തേങ്ങ ചമ്മന്തി ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തേന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ചൂട് ചോറ്, ഞാൻ ചോറ് കുക്കറിലാണ് വെച്ചത്. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് ഊറ്റി മാറ്റി ഒന്നും കൂടെ ഒന്ന് ആവി കയറ്റുന്നതാണ്. അപ്പോൾ ഇതാ ബീഫ് ഞാൻ ഒന്നും കൂടി ഒന്ന് പാനിലേക്ക്, കുക്കറിൽ നിന്ന് മാറ്റി പാനിലേക്ക് ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് പുരട്ടിയെടുക്കുകയാണ്. പിന്നെ ഓവറായിട്ട് ഞാൻ ഡ്രൈ ആക്കുന്നില്ല. ഒരു ചെറിയ ഈർപ്പം, ഒരു ചെറിയ ഒരു ഗ്രേവി ഞാൻ വെക്കുന്നുണ്ട്. ചോറിന് അതായിരിക്കുമല്ലോ ടേസ്റ്റ്, വേറെ എക്സ്ട്രാ ഗ്രേവീസും ഒന്നും ഉണ്ടാക്കുന്നില്ലാത്തത് കൊണ്ട്. പിന്നെ ഇതാ ഞാൻ നെക്സ്റ്റ് ഇന്നത്തെ താരം എന്ന് പറയുന്നത് വൻപയർ മെഴുക്ക് പുരട്ടി, വൻപയർ താളിച്ചത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ വെച്ചത് വൻപയർ തോരനായിരുന്നു, തേങ്ങ ഒക്കെ ഒതുക്കി ആ ഒരു ഐറ്റമാണ് വെച്ചത്. ഇന്ന് ഞാൻ കുറച്ച് ഒരു പിടി വൻപയർ സോക്ക് ചെയ്യാൻ വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവാൻ വെക്കുക. അങ്ങനെ നമ്മുടെ വൻപയറൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഒരു 2-3 വിസിലൊക്കെ കേൾപ്പിച്ചു. അതിന് ശേഷം ഇതാ നമ്മുടെ വൻപയർ ഒന്ന് താളിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് വീണ്ടും ഗാർലിക്ക്, ഒരു 4-5 ഗാർലിക്ക്, അതുപോലെ തന്നെ ഒരു പിടി സവോള, പിന്നെ അതിലേക്ക് കറിവേപ്പില, പിന്നെ വറ്റൽമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം എന്ത് ചെയ്യും, ഇതിലേക്ക് കുറച്ചും കൂടെ ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇതിലേക്ക് തട്ടും. അതിനുശേഷം ഒന്ന് ഡ്രൈ ആക്കി എടുക്കും. വൻപയർ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആവുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ബീഫ് എന്ന് പറയുന്നത് ബീഫ് റോസ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ ഒത്തിരി ഓവർ ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുന്നില്ല. ഒരു ചെറിയൊരു സെമി ഗ്രേവി എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ചെറിയൊരു ഗ്രേവി എവിടെയോ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ വൻപയറും അത്യാവശ്യം വെൽ കുക്കായിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒന്നൊന്നായിട്ട് വിട്ട് കിടക്കണം. ഓവറായിട്ട് വെന്ത് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അത് തോരൻ, വൻപയർ തോരനാണെങ്കിലും ശരി വൻപയർ താളിച്ചത് മെഴുക്കുവരട്ടിക്കാണെങ്കിലും ശരി, നമ്മുടെ ഓവർ കുക്കായി പോകരുത് നമ്മുടെ വൻപയർ. വൻപയർ താളിക്കാനുള്ള ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്കാണ് നമ്മുടെ ആ ഒരു പയർ തട്ടിക്കൊടുക്കും. അതിനുശേഷം നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കും. അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ഓരോന്നോരോന്നായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇക്ക ഇന്ന് ലഞ്ചിനുള്ളത് കൊണ്ട് തന്നെ ഇക്കാക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ബീഫ്, ഒരു പിടി ബീഫ് റോസ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ ബീഫ് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഫ്രിഡ്ജിലിരിക്കുന്ന കട്ട തൈര്, ബീഫ് റോസ്റ്റിന് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ട തൈരും, അതുപോലെ തന്നെ ഇതുപോലെയുള്ള പയർ വർഗ്ഗത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു പയർ തോരനും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ പയർ ഇതുപോലെ താളിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പയർ തോരൻ വെച്ചത് കൊണ്ട് ഇന്ന് താളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു കോംബോ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചോറിന് വേണ്ടിയിട്ട്, പിന്നെ ചോറിന് തേങ്ങാ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചോറിന് തേങ്ങാ ചമ്മന്തിയും മുട്ട പൊരിച്ചതും, നമുക്ക് കറിയൊക്കെ വെക്കാൻ മടിയുള്ളപ്പോഴത്തേനും ഒരു തേങ്ങാ ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചതും കൊടുക്കുകയാണെങ്കിൽ അത് മാത്രം കൂട്ടിയാണെങ്കിലും ചോറുണ്ടോളും. പിന്നെ ഞാൻ എപ്പോഴും വീക്ക് ഡേയ്സിൽ ലഞ്ചിനില്ലല്ലോ, വല്ല കാലത്തൊക്കെയല്ലേ വീക്ക് ഡേയ്സിൽ ലഞ്ചിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കഴിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു കോംബോ റെഡിയാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം ടേബിളിലേക്ക് സെർവ് ചെയ്തു. തിരക്ക് പിടിച്ച ലഞ്ച് പ്രിപ്പറേഷൻ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് വൻപയർ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് സെമി ഗ്രേവി ഒന്നും വേണ്ട കേട്ടോ, ഇത് നല്ല ഡ്രൈ ആയിട്ട് അത് ചോറിൽ കുഴച്ച് കഴിക്കാനാണ് ടേസ്റ്റ്. പിന്നെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വത്തൽമുളകൊക്കെ കുറച്ച് കൂടുതലായിട്ട് വറുത്ത് കോരി അരച്ചെടുത്ത എന്താ പറയുക, നമ്മുടെ വാളംപുളിയൊക്കെ ചേർത്ത് അരച്ചെടുത്ത നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തി. പിന്നെ ബീഫ് റോസ്റ്റ്, ഇത് കണ്ടോ, ഒരുപാട് ഡ്രൈയും അല്ല, ഒരുപാട് ഡ്രൈ ഫ്രൈ അല്ല, എവിടെയോ ഒരു ചെറിയൊരു ഗ്രേവി ഉണ്ട്. സവോളയൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ ഒരു സവോളയുടെ ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പപ്പടം പൊരിച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ അച്ചാർ, അമ്മച്ചിയുടെ സ്പെഷ്യൽ മാങ്ങ അച്ചാർ. പിന്നെ കുറച്ച് കട്ടത്തൈര്.
അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ പവർഫുള്ളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെയും ഇക്കയുടെയൊക്കെ വളരെ സൂപ്പർ ഫേവറേറ്റ് കോംബോ ആണ് ഇത്. നമുക്ക് എന്താ പറയുക, നമുക്ക് ഒന്നോ രണ്ടോ കറികളുണ്ടെങ്കിലും നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കറികളാണെങ്കിൽ നമുക്ക് ഒരു കറിയോ രണ്ട് കറിയോ കൂട്ടി കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇക്കയുടെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കറികൾ മാത്രം നോക്കി സെലക്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഞാൻ ടേബിളിലേക്ക് എല്ലാം സെറ്റാക്കി വെച്ചു. എന്നിട്ട് ഇക്കാക്കും സാറാക്കുമുള്ള ചോറും കാര്യങ്ങളുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ എനിക്ക് വേണ്ടിയിട്ട് ഒരു പിടി ചൂട് ചോറ് വിളമ്പി അതിലേക്ക് ഒരു സ്പൂൺ ചമ്മന്തി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി എന്ന് പറയുന്നത്. നമ്മൾ ഒന്നാമത് ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് വറ്റൽമുളക് സവോളയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിന് ശേഷമാണല്ലോ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ് പച്ചയ്ക്ക് അരയ്ക്കുന്നതിനേക്കാളും ഭയങ്കര ഇരട്ടി ടേസ്റ്റാണ്. നമ്മളൊന്ന് വറുത്ത് കോരിയിട്ട് ചമ്മന്തി അരയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അത് നല്ല കുറച്ച് കൂടുതൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വത്തൽമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ നല്ല റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ വൻപയർ മെഴുക്ക് പുരട്ടി. പിന്നെ ചിക്കൻ റോസ്റ്റ് അസാധ്യ ടേസ്റ്റായിരുന്നു. ഒരു 2 പീസ് മതിയായിരുന്നു ഒരു പ്ലേറ്റ് ഫുള്ള് ചോറുണ്ണാൻ. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലുള്ള ബീഫ് റോസ്റ്റ്, നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് തനി നാടൻ രീതിയിൽ, തക്കാളിയൊക്കെ ഒഴിവാക്കി മല്ലിപ്പൊടിയൊക്കെ ഒഴിവാക്കി തനി നാടൻ രീതിയിലുള്ള ഒരു ബീഫ് റോസ്റ്റ്. പിന്നെ ഒരു പപ്പടം പൊരിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാങ്ങാച്ചാർ എടുക്കുന്നു. പിന്നെ കുറച്ച് ഒരു സ്പൂൺ കട്ടത്തൈര്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഉച്ചയ്ക്കത്തെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉച്ചയൂണ് റെഡിയാക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ്, പക്ഷേ നമ്മുടെ ഫേവറേറ്റ് കോംബോ ആണ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പ്രത്യേകിച്ച് മോരൊന്നും കാച്ചിയില്ല. കാര്യം എന്ന് വെച്ചാൽ ബീഫ് റോസ്റ്റ് ഉണ്ടെങ്കിൽ ഇക്കൊക്കെ വെള്ളത്തൈര്, അതായത് കട്ടത്തൈര് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ മോരും കൂടെ ഇനിയിപ്പോൾ കാച്ചണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണെന്ന് റെഡിയാക്കിയത്. അപ്പോൾ നല്ല ചൂട് ചോറ്, അതിലേക്ക് കുറച്ച് പപ്പടം കുഴച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് വൻപയർ താളിച്ചതും കൂടെ ഇളക്കി ബീഫും ചേർത്ത്, അതുപോലെ തന്നെ ചമ്മന്തി, കട്ടച്ചമ്മന്തിയും ചേർത്ത് എല്ലാം കൂടെ ചേർത്തിട്ടൊരു പിടി പിടിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ചൂട് ചോറ്. പിന്നെ അത്യാവശ്യം വിശന്നായിരുന്നു കേട്ടോ. കുക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു 2:30, 3 o'clock ഒക്കെ ആയിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റായിട്ടാണ് കഴിച്ചത്. ദോശയും സാമ്പാറും ചമ്മന്തിയും കുറച്ച് ലേറ്റായിട്ടാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ പയ്യെ ധൃതി വെച്ചല്ല, പയ്യെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എന്താ പറയുക, നമ്മുടെ പ്രയറും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിക്കാൻ ചെന്നപ്പോൾ ഒരു 3 o'clock ആയി. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഫുഡിന് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആസ്വദിച്ച് നമ്മുടെ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൽ കുറച്ച് കുക്കിംഗ് വിശേഷങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ഈ വൻപയർ നമുക്ക് കറിയൊന്നും വേണ്ട കേട്ടോ. ആ പപ്പടവും വൻപയർ താളിയും മെഴുക്കുവരട്ടിയും മാത്രം മതി. അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ഞാൻ എന്താ പറയുക, ബീഫെന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കസിൻ വന്നപ്പോൾ നാട്ടിൽ നിന്ന് ബീഫ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ബീഫ് ഞാൻ വെച്ചിരുന്നു. അപ്പം കുറച്ച് ഡേയ്സ് മുന്നേ കിട്ടിയതാണ്. അപ്പോൾ ഞാനത് വെച്ചിരുന്നു. ഇക്കായും കൂടെ ഉള്ളപ്പോൾ, ഇക്കായൊക്കെ ലഞ്ചിലുള്ളപ്പോൾ ഒന്നല്ലെങ്കിൽ പത്തിരിക്ക് കറിയായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ചോറിന് ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെയുള്ള ഒരു പ്ലാൻ. നമുക്ക് നാട്ടിൽ നിന്നൊക്കെ ബീഫൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പ്രഷ്യസ് ആയിട്ട് അങ്ങ് സൂക്ഷിച്ച് വെക്കുമല്ലോ. അപ്പം വീക്ക് ഡേയ്സിലൊക്കെ ഇക്കായും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളപ്പോഴത്തേനും വെക്കാം എന്നുള്ള പ്ലാനിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ഉച്ചയ്ക്കപ്പം ഇന്നലെ ലഞ്ച് ആക്കണമായിരുന്നു. ഇക്ക ഉണ്ടായിരുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് ലഞ്ച് ആക്കണമായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു ബീഫ് ഉള്ളത് നമുക്ക് ഭയങ്കര എളുപ്പമായി. വറ്റിച്ച ബീഫായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അത് പിന്നെ ഒന്നും കൂടെ ഐറ്റംസൊക്കെ ചേർത്തിട്ട് ഒന്ന് റെഡിയാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ലഞ്ച് വളരെ ടേസ്റ്റി സ്വാദിഷ്ടമായിട്ടുള്ള ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഓറഞ്ച് എടുത്ത് കഴിച്ചു. അതിനുശേഷം വൈകുന്നേരം 4 മണിക്ക് ചായ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. വൈകുന്നേരം ആയപ്പോഴത്തേനും സാറായിക്കും അതുപോലെ തന്നെ ഞാനും എന്ത് ചെയ്തു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഫ്ലേവർഫുള്ളായിട്ടുള്ള ചോക്ലേറ്റ്, അങ്ങനെ ഫ്ലേവർഫുള്ളായിട്ടുള്ള പീനട്ട് ബട്ടർ അല്ല, നമ്മുടെ പ്ലെയിൻ പീനട്ട് ബട്ടർ. കുറേ കൂടുതലായിട്ട് പീനട്ട്സും കാര്യങ്ങളൊക്കെ കൂടുതൽ കടിക്കാനുണ്ട്. അപ്പോൾ ക്രഞ്ചിനെസ് കുറച്ച് കൂടിയ പീനട്ട് ബട്ടർ. അപ്പോൾ പീനട്ട് ബട്ടർ എന്ത് ചെയ്തു, ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ ഈവനിങ്ങിന് സാറയ്ക്ക് കഴിക്കാൻ കൊടുത്തു. ഞാനും 1-2 പീസ് കഴിച്ചു. അപ്പോൾ ഇത് ചോറുണ്ട ഉടനെ അല്ലാത്തോ, വൈകുന്നേരം ഒരു 5:30, 6 അടുത്തൊക്കെ ആയി. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴത്തേനും നമ്മൾ ബ്രെഡിൽ പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് അതാണ് കഴിച്ചത്. അപ്പോൾ പീനട്ട് ബട്ടർ നമ്മൾ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ ദിവസം കൂടിയിട്ടാണ് നമ്മൾ പീനട്ട് ബട്ടർ വാങ്ങിച്ചത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ബ്രെഡും കൂട്ടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് പേഴ്സണലി ഈ പീനട്ട് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ പീനട്ട് ബട്ടർ വാങ്ങിക്കുമ്പോൾ ഓവർ മധുരം വേണ്ട എന്നുള്ളവർ ചോക്ലേറ്റ് ഫ്ലേവർ അങ്ങനെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള പീനട്ട് ബട്ടർ വാങ്ങിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ രാത്രിയായപ്പോഴത്തേനും 2 സ്ട്രോബെറി ആപ്പിൾ കഴുകിയെടുത്ത് കഴിച്ചു. വളരെ സ്വീറ്റ് ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള സ്ട്രോബെറി ആപ്പിൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡിന്നർ പരിപാടി. അപ്പോൾ ഉച്ചയ്ക്കത്തെ കുറച്ച് ബീഫ് റോസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് 2 ചപ്പാത്തി. സാറാക്ക് വേറെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. ഞാൻ 2 ചപ്പാത്തിയും കുറച്ച് ബീഫ് റോസ്റ്റും. ബീഫ് റോസ്റ്റ് അത്യാവശ്യം എരിവുണ്ടായിരുന്നു കേട്ടോ. എന്നാന്ന് വെച്ചാൽ പെപ്പർ പൗഡറൊക്കെ കുറച്ച് കൂടുതൽ തട്ടിയായിരുന്നു. അപ്പോൾ ചപ്പാത്തിയും ബീഫ് റോസ്റ്റും ആയിരുന്നു എൻ്റെ രാത്രിയത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക തേഴ്സ്ഡേയിലെ ടേസ്റ്റി ഡിഷസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ എന്താ പറയുക വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള എൻ്റെ ഫ്രൂട്ട്സ് കഴിക്കൽ, കുറിക്കൽ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വീഡിയോ, എൻ്റെ ഫുഡ് അടിക്കൽ പരിപാടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഫുഡ് ഇഷ്ടമുള്ളവർ, ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ളവർ, ഭക്ഷണം കഴിക്കുന്നത് കാണാൻ ഇഷ്ടമുള്ളവർ എന്താണേലും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. 2 ചപ്പാത്തിയും കുറച്ച് ബീഫ് റോസ്റ്റും ആയിരുന്നു. വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ബ്രെഡും കാര്യങ്ങളൊക്കെ കഴിച്ചല്ലോ. അപ്പോൾ അതിനുശേഷം ലാസ്റ്റ് ഒരു ഓറഞ്ചും കൂടെ കഴിച്ചിട്ട് ഇന്നത്തെ ഫുഡടിക്കൽ പരിപാടികൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.